ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ ഈ ജൂൺ മാസത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിത്രം ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ സിനിമയായ ജുറാസിക് വേൾഡ് റീബർത്ത്. ഈ സിനിമയുടെ പ്രഖ്യാപനം വന്നത് മുതൽ വലിയ ഹൈപ്പ് ഒന്നും തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ആഴ്ച പുറത്തു വന്നിട്ടുള്ള ട്രെയിലർ കണ്ടതിൽ പിന്നെ സിനിമയിൽ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജൂൺ മാസം 2-ാം തീയതി വിദേശ രാജ്യങ്ങളിലും ജൂൺ 4-ാം തീയതി ഇന്ത്യയിലും ചിത്രം റിലീസിനെത്തും. അടുത്തത് തഗ് ലൈഫ്. ഉലക നായകൻ കമലഹാസൻ, ചിമ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മണിരത്നം സംവിധാനം ചെയ്ത ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് തഗ് ലൈഫ്. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ മിനിമം ഗ്യാരണ്ടി സമ്മാനിക്കുന്നുണ്ട്. ജൂൺ 5-ാം തീയതി തഗ് ലൈഫ് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. 3 ആഭ്യന്തര കുറ്റവാളി. മോളിവുഡിൽ നിന്നും ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. കഴിഞ്ഞ മെയ് മാസം റിലീസിന് എത്തേണ്ട സിനിമയായിരുന്നു ഇത്. എന്നാൽ എന്തോ കേസും മറ്റും കാരണത്താൽ ഈ ചിത്രത്തിന്റെ റിലീസും ഈ ജൂൺ 6-ലേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. അതേ ദിവസം തന്നെയാണ് ലാലേട്ടന്റെ ചോട്ടാ മുംബൈ റീ റിലീസിന് എത്തുന്നത്. മേ ബി കേരളത്തിലെ സകല റീ റിലീസ് കളക്ഷനുകളുടെയും റെക്കോർഡ് തലയും പിള്ളേരും മറികടക്കാൻ സാധ്യതയുണ്ട്. ജൂൺ 6-ന് തന്നെ ബോളിവുഡിൽ നിന്നും ഒരു വമ്പൻ സിനിമ റിലീസിനെത്തുന്നുണ്ട്. ഹൗസ്ഫുൾ 5. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, സഞ്ജയ് ദത്ത് തുടങ്ങി ബോളിവുഡിൽ ഒരുവിധപ്പെട്ട താരങ്ങളെല്ലാം കാമിയോയായും അല്ലാതെയുമെല്ലാം അണിനിരക്കുന്ന 400 കോടിയുടെ ഒരു അഡാർ ഐറ്റം എന്ന് മൂവി ടീം മാത്രം പറയുന്ന ഒരു സിനിമയാണ് ഹൗസ്ഫുൾ 5. പിന്നെ ജൂൺ 12-ാം തീയതി തെലുങ്കിൽ നിന്നും പവൻ കല്യാൺ നായകനാവുന്ന ഹരഹര വീരമല്ലു റിലീസിനെത്തുന്നുണ്ട്. 2 ഭാഗങ്ങളായി തയ്യാറാവുന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് ജൂൺ 12-ാം തീയതി എത്തുക. 2-ാം ഭാഗം 2026-ലോ 2027-ലോ വരാനാണ് സാധ്യത. എപ്പിക് ഫാന്റസി ജോണറിൽ ഒരു വൺമാൻ ആർമിയുടെ സ്റ്റോറിയാണ് ഈ ചിത്രത്തിന്റെ പശ്ചാത്തലമായി പറയുന്നത്. തെലുങ്ക് ഓഡിയൻസിന്റെ ഇടയിൽ വലിയൊരു ഹൈപ്പ് തന്നെ ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം ജൂൺ 13-ാം തീയതി വളരെ പ്രതീക്ഷയുള്ള ഒരു മലയാള സിനിമയുടെ റിലീസ് ഉണ്ട്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന റോന്ത്. ഇദ്ദേഹത്തിന് തന്നെ സംവിധാനത്തിൽ പുറത്തു വന്ന ഇലവിഴ പൂഞ്ചിറ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമയായിരുന്നു. അതുപോലെ ഇദ്ദേഹം കഥ എഴുതിയ സിനിമകളാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജോസഫ്, നായാട്ട്. ഈ സിനിമകളൊക്കെ എന്തായാലും റോന്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അന്ന് തന്നെ ബോളിവുഡിൽ നിന്നും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗന്റെ ലൈവ് അഡാപ്റ്റേഷൻ സിനിമ എത്തുന്നുണ്ട്. 90s കിഡ്സിന്റെ ഒക്കെ നൊസ്റ്റാൾജിയ സിനിമകളിൽ ഒന്നാവും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഡീൻ ഡിംബ്ലോയിസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 2003-ൽ ഇതേ പേരിൽ പുറത്തിറങ്ങിയ ഒരു കോമിക്കിനെ ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ജൂൺ 13-ന് തന്നെയാണ് ജോൺ വിക് സിനിമകളുടെ സ്പിൻ ഓഫ് മൂവിയായ ബലേറിയനെ റിലീസിനെത്തുന്നത്. ജോൺ വിക് സിനിമ ആരാധകർ വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒരു പ്രീമിയർ ഷോ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. മികച്ച അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ കീനു റീവ്സ് അവതരിപ്പിക്കുന്ന ജോൺ വിക്കിന്റെ ക്യാരക്ടർ ബലേറിയനയിൽ ഒരു വില്ലൻ വേഷത്തിലാണ് എത്തുകയെന്നും ചില റൂമേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സെലിംഗ് സോൺ രചനയും സംവിധാനവും നിർവഹിച്ച് ഡക്കോട്ട ജോൺസൺ, ക്രിസ് ഇവാൻസ്, പെഡ്രോ പാസ്കൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മെറ്റീരിയലിസ്റ്റ്സ് എന്ന ഒരു റൊമാന്റിക് കോമഡി ചിത്രവും ഹോളിവുഡിൽ നിന്നും ജൂൺ 13-ന് റിലീസിനെത്തും. തുടർന്ന് ജൂൺ 20-ാം തീയതി 5ഓളം സിനിമകളാണ് ഒരുമിച്ച് റിലീസിനെത്തുക. അതിലൊന്ന് സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായൺ സംവിധാനം ചെയ്ത JSK, അമീർ ഖാൻ നായകനായിട്ടെത്തുന്ന താരെ സമീൻ പറിന്റെ 2ാം ഭാഗമായ സിത്താരെ സമീൻ പർ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജെനീലിയ ഡിസൂസ തിരിച്ചെത്തുന്ന സിനിമ കൂടിയാണ് സിത്താരെ സമീൻ പർ. പിന്നെ ധനുഷ്, നാഗാർജുന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കുബേര എന്ന തെലുങ്കു തമിഴ് ബയോലിംഗൽ മൂവി. ഈ ചിത്രത്തിന്റെ കുബേര ട്രാൻസ് എന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. ആ ഒരു വീഡിയോയിലൂടെ തന്നെ സിനിമ കാണാനുള്ള വലിയൊരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ 28 ഇയേഴ്സ് ലേറ്റർ എന്ന ഹോളിവുഡ് ചിത്രവും ഏലിയോ എന്ന അനിമേഷൻ മൂവിയും ജൂൺ 20-ന് റിലീസിനെത്തുന്നുണ്ട്. ഇതിൽ തന്നെ കുബേര, JSK, 28 ഇയേഴ്സ് ലേറ്റർ എന്നീ സിനിമകൾക്കായി ഞാൻ വളരെയധികം പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നു. ജൂൺ 20-ന് ശേഷം വലിയൊരു റിലീസ് എന്നത് ജൂൺ 27-നാണ്. കാജൽ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന മാ എന്ന ബോളിവുഡ് ഹൊറർ മൂവിയും ഹോളിവുഡിൽ നിന്നും വരാനിരിക്കുന്ന മീഗൻ സിനിമയുടെ സ്വീക്കലായ മീഗൻ 2.0യും ടോപ്പ് ഗൺ മാവറിക് സിനിമയുടെ സംവിധായകനായ ജോസഫ് കൊസൻസ്കി ബ്രാഡ് പിറ്റിനെ നായകനാക്കി ഒരുക്കിയിട്ടുള്ള F1-ഉം പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ കാമിയോ വേഷത്തിലെത്തുന്ന കണ്ണപ്പ എന്ന പാൻ ഇന്ത്യൻ തെലുങ്കു മൂവിയും ജൂൺ 27-നാണ് റിലീസിനെത്തുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ജൂൺ മാസ റിലീസ് ചിത്രം ഏത്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.